നമസ്കാരം. PK ലേണിംഗ്സിന്റെ പുതിയൊരു ഷോർട്ട് വീഡിയോ സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ശൈലികളാണ്. നമ്മുടെയൊക്കെ പൂർവികന്മാർ അവരുടെ ജീവിതാനുഭവങ്ങളിലൂടെ പഠിച്ച കാര്യം 2-3 വാക്കിലൂടെ നമുക്ക് കൈമാറിയത് ശൈലികളിലൂടെയാണ്. മാത്രമല്ല, ശൈലികൾ എന്ന ഈ ഭാഗം നമ്മുടെ PSC എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഭാഗം കൂടിയാണ്. അപ്പോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, അയഞ്ഞ കമ്പിളി. അയഞ്ഞ കമ്പിളി. അയഞ്ഞ കമ്പിളി എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അഭിപ്രായ സ്ഥിരതയില്ലായ്മ. അഭിപ്രായ സ്ഥിരതയില്ലായ്മ. അടുത്ത ചോദ്യം, അഴകിയ രാവണൻ. അഴകിയ രാവണൻ. മമ്മൂട്ടിയുടെ അഴകിയ രാവണൻ എന്ന് പറഞ്ഞ സിനിമ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ? അതിനകത്ത് മമ്മൂട്ടി എങ്ങനെയാണ്? ഒരു പൊങ്ങച്ചക്കാരനാണ്. അപ്പോ അഴകിയ രാവണൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പൊങ്ങച്ചക്കാരൻ അഥവാ പച്ച ശൃംഗാരി. പൊങ്ങച്ചക്കാരൻ അഥവാ പച്ച ശൃംഗാരി. അടുത്തത് അഞ്ചാം പത്തി. അഞ്ചാം പത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വന്തം രാജ്യത്ത് രഹസ്യ പ്രവർത്തനം നടത്തുന്ന ഗൂഢസംഘം. സ്വന്തം രാജ്യത്ത് രഹസ്യ പ്രവർത്തനം നടത്തുന്ന ഗൂഢസംഘം. അപ്പോ അഞ്ചാം പത്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവസരവാദി. അഞ്ചാം പത്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവസരവാദി. അടുത്ത ചോദ്യം, അരമന രഹസ്യം അങ്ങാടിപ്പാട്ട്. അരമന രഹസ്യം അങ്ങാടിപ്പാട്ട്. അരമന രഹസ്യം അങ്ങാടിപ്പാട്ട് എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? രഹസ്യം പരസ്യമാക്കുക. രഹസ്യം പരസ്യമാക്കുക. അടുത്തത് അച്ചിലിട്ട് വാർക്കുക. അച്ചിലിട്ട് വാർക്കുക എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? രൂപസാദൃശ്യം ഉണ്ടാവുക. രൂപസാദൃശ്യം ഉണ്ടാവുക. അച്ചിലിട്ട് വാർത്താൽ എങ്ങനെയാണ്? ഒരേപോലെ ഇരിക്കുമല്ലേ? അപ്പോ അച്ചിലിട്ട് വാർക്കുക എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് രൂപസാദൃശ്യം ഉണ്ടാവുക. അടുത്ത ക്വസ്റ്റ്യൻ, അരണബുദ്ധി. അരണബുദ്ധി എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എല്ലാം പെട്ടെന്ന് മറന്നു പോകുന്ന സ്വഭാവം. അരണബുദ്ധി എല്ലാം പെട്ടെന്ന് മറന്നു പോകുന്ന സ്വഭാവം. അരണ എങ്ങനെയാണ്? നമ്മളെ കടിക്കാൻ വന്നിട്ട് പിന്നെ അത് മറന്നു പോവല്ലേ? അപ്പോ അരണബുദ്ധി എല്ലാം പെട്ടെന്ന് മറന്നു പോകുന്ന സ്വഭാവം. അടുത്തത് അഷ്ടബന്ധം ഉറപ്പിക്കുക. അഷ്ടബന്ധം ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ദൃഢനിശ്ചയം എടുക്കുക. ദൃഢനിശ്ചയം എടുക്കുക. അടുത്ത ചോദ്യം, അമ്പ് വിഴുങ്ങുക. അമ്പ് വിഴുങ്ങുക എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? വലിയ കുഴപ്പത്തിലാവുക. വലിയ കുഴപ്പത്തിലാവുക. അമ്പ് വിഴുങ്ങുക, വലിയ കുഴപ്പത്തിലാവുക. അടുത്തത് അകൈതവ പ്രയോഗം. കൈതവം എന്ന് പറഞ്ഞാൽ എന്താണ്? കള്ളം. അകൈതവ പ്രയോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോ നേർവഴിയിലുള്ള പ്രവൃത്തി. അകൈതവ പ്രയോഗം നേർവഴിയിലുള്ള പ്രവൃത്തി. ആലത്തൂർ കാക്ക. ആലത്തൂർ കാക്ക എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആശിച്ച് കാലം കഴിക്കുന്നവൻ. ആശിച്ച് കാലം കഴിക്കുന്നവൻ. അടുത്ത ക്വസ്റ്റ്യൻ, ആകാശകോടാലി. ആകാശകോടാലി എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അവിചാരിതമായ ആപത്ത്. അവിചാരിതമായ ആപത്ത്. ആകാശകോടാലി അവിചാരിതമായ ആപത്ത്. അടുത്ത ക്വസ്റ്റ്യൻ, ആപാദചൂടം. ആപാദചൂടം. അടിമുടി അഥവാ മുഴുവൻ. ആപാദചൂടം അടിമുടി അഥവാ മുഴുവൻ. അടുത്തത് ആബാലവൃദ്ധം. ആബാലവൃദ്ധം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ പേരും അല്ലെങ്കിൽ എല്ലാവരും. ആബാലവൃദ്ധം എല്ലാ പേരും. അടുത്ത ക്വസ്റ്റ്യൻ, ആചന്ദ്രതാരം. ആചന്ദ്രതാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ചന്ദ്രനും നക്ഷത്രങ്ങളും ഉള്ള കാലത്തോളം. അപ്പോ ആചന്ദ്രതാരം എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എക്കാലവും. ആചന്ദ്രതാരം എക്കാലവും. അടുത്ത ക്വസ്റ്റ്യൻ, ആ സേതു ഹിമാചലം. ആ സേതു ഹിമാചലത്തിന്റെ അർത്ഥം എന്താണ്? കടൽ മുതൽ ഹിമാലയം വരെ. ആ സേതു ഹിമാചലം എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അപ്പോ ഇങ്ങു മുതൽ അങ്ങ് വരെ. ഇങ്ങു മുതൽ അങ്ങ് വരെ.